ഞാനൊരു കാര്യം പറയാം. സന്തോഷത്തോടെ രണ്ടുപേരെ മിണ്ടരുത്. സന്തോഷത്തോടെ രണ്ടുപേരെ എന്നാത്തിന്റെ പേരിലാണോ ഞാൻ സന്തോഷിക്കേണ്ടത്? എന്റെ കൊച്ചുമക്കളെ പ്രസവിക്കേണ്ടത് കർത്താവിന് വിശ്വസിക്കാത്ത ഒരുത്തിയാണെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. നാളെ 12 മണിന്നാ രജിസ്ട്രാർ ഓഫീസിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പള്ളി വെച്ച് നടത്താടാ. நாளைக்கு 12 மணி. ஏதாவது காரணத்தை சொல்லி இந்த கல்யாணத்தை நடத்தக்கூடாதுன்னு ഞാൻ രജിസ്ട്രാർക്കിட்ட ചൊല്ലിയിருக்கு. എവിടെ വെച്ചാന്ന് പറഞ്ഞാലും അവന്റെ കല്യാണമല്ലേ, പോകണ്ടേ? ഞാനില്ല, എനിക്കതൊരു കല്യാണമായിട്ട് കൂട്ടാനൊക്കത്തില്ല. ഇക്കാര്യത്തിൽ അച്ഛൻ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം. താനീ കിടന്ന് വെള്ളി പിടിക്കാൻ മാത്രം ഇവിടെ എന്നതാ ഉണ്ടായേ? ബൈബിൾ ക്വിസിന്റെ സമ്മാനത്തിന് നമ്മുടെ ഫണ്ടിൽ നിന്ന് എടുത്ത കാശിന്റെ കണക്കാ. അടുത്ത ആഴ്ച വേദപാഠ ക്ലാസ്. അതെ മത്തായിച്ചോ, ഇനിയിപ്പോ ഇതുപോലുള്ള ഭാരിച്ച കാര്യങ്ങളുടെ ചുമതലയൊന്നും മത്തായച്ചന് ഏറ്റു നടത്തണമെന്നില്ല. ഞങ്ങൾ ഇടവക്കാരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി മുതൽ മത്തായച്ചനല്ല വേദപാഠ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. ആ സ്ഥാനത്തിന് മത്തായിച്ചനൊരു പകരക്കാരൻ നമ്മുടെ ഇടവകയിൽ ഇല്ലെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നമ്മുടെ വർക്കിച്ചിന് എന്നാ ഒരു കുഴപ്പം? ഇവരുടെ അപ്പൂപ്പൻ ഷെവലിയർ ആയിരുന്നു, ഷെവലിയർ. കണ്ട അണ്ടനും അടവോടനും ഒന്നും കിട്ടുന്ന പദവി അല്ലത്, മാർപ്പാപ്പ നേരിട്ട് തരുന്നതാ. ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാ നമ്മുടെ വേദപാഠ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒരു അഭിമാനമല്ലേ? അതുകൊണ്ട് നമുക്ക് വർക്കിച്ചിനെ അങ്ങോട്ട് ഉറപ്പിക്കാം. ഇടവക പട്ടവും കെട്ടി ഞാനിവിടെ ഇരിക്കുന്നതേ ഗോലി കളിക്കാനല്ല. പള്ളിയിൽ ആരേതൊക്കെ സ്ഥാനത്ത് ഇരിക്കണം തീരുമാനിക്കുന്നതേ ഞാനാ. തീരുമാനിച്ചോ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങേരാ ഇതിന്റെ നടത്തിപ്പുകാരനെങ്കിൽ ഞങ്ങൾ ആരും ഇനി പിള്ളേരെ അങ്ങോട്ട് വിടത്തില്ല. വേദപാഠം പഠിച്ചില്ലെന്ന് വെച്ച് ചത്തൊന്നും പോകത്തില്ലല്ലോ. ഇത്രയൊക്കെ കേട്ടിട്ടും സ്വയം ഒഴിയുന്നതല്ലേ അതിന്റെ ഒരു അന്തസ്സ്. അങ്ങനെ ഇപ്പൊ ആരും ഒഴിയുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് അങ്ങേരെ മാറ്റണം എന്ന് പറയാൻ എന്നതാ അങ്ങേരി ചെയ്ത തെറ്റ്? അല്ലേ, കവലെ പണ്ട് ഞാൻ ചെറിയൊരു ഷാപ്പ് തുടങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ എന്നാ ബഹളമായിരുന്നു ഇയാൾ ഇവിടെ. അന്ന് ഏറ്റവും മുമ്പിലത്തെ കസേരയിൽ ഇരുന്ന് പ്രസംഗിച്ച ഇയാളാണല്ലോ. സത്യക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്നായി? കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണങ്ങാണ്ടൂടെ പോയപ്പം മോഹൻ അതിന്റെ പുറകെ നാട് വിട്ടു. ഇതിപ്പോ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് ആനയും കോഴിയും പശുവും ഒക്കെ ദൈവം. നിർത്തടോ, തന്റെ പ്രസംഗമൊക്കെ പള്ളിക്ക് പുറത്ത്. മര്യാദ വിട്ട് ഇനി ഒറ്റ അക്ഷരം ഇവിടെ ഇരുന്ന് വേണ്ടി പോകരുത്. അച്ഛൻ ദേഷ്യപ്പെടണ്ട, ഞാൻ പോയേക്കാം. ഞങ്ങളുടെ ആവശ്യം അച്ഛൻ തമാശയായിട്ട് എടുക്കരുത്. ഉള്ളത് പറയാമല്ലോ. ഇങ്ങനെ ഹെഡ്മാസ്റ്ററായിട്ട് ഇരുന്ന പിള്ളേര് വഴിതെറ്റി പോകും. ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവ. ആർക്കേലും ഒരു അടി കിട്ടാൻ നോക്കിയിരിക്കുക എല്ലാരും. ഒന്നു വീണാ പിന്നെ ചവിട്ടി താക്കാൻ നോക്കും. ജോണിക്കുട്ടി കാണിച്ച കാട്ടായത്തിന് അവര് ശിക്ഷിക്കാൻ നോക്കുന്നത് തന്നെയാ. താൻ വിഷമിക്കാതെ. അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഞാനത് സമ്മതിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെയല്ല ചോ, അവര് പറഞ്ഞത് സമ്മതിക്കണം. സമ്മതിച്ചില്ല ചിലപ്പോ വേദപാഠ ക്ലാസ്സിന്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാവും. ഞാൻ കാരണം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പുതിയൊരു ഹെഡ്മാസ്റ്റർ കിട്ടാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഞാൻ കാരണം ഒരാൾക്കും വഴിതെറ്റിട്ടില്ല ചോ, ജോണിക്കുട്ടിക്ക് പോലും. പക്ഷെ ഞാൻ കാരണം നേർവഴിക്ക് വന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്.
ഇനി 10-15 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പച്ചനും അമ്മച്ചും വരില്ലേ? അറിയാൻ മേല. എന്നാലും എൻ്റെ മനസ്സ് പറയുന്നു കാണുന്നു. സമയത്തിന് അവിടെ എത്തിയാൽ മതിയായിരുന്നു. സർക്കാർ കാര്യമായതുകൊണ്ട് പെട്ടെന്ന് തീർന്നിരുന്നെങ്കിൽ ഈ ടെൻഷൻ ഒഴിവാക്കായിരുന്നു. ആ, നിങ്ങൾ എത്തിയോ? ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഇന്നത്തെ ഈ വിവാഹത്തിന് 1 മാസം മുമ്പ് ഞങ്ങൾക്കൊരു നോട്ടീസ് തരേണ്ടിയിരുന്നു. അതെന്താ ചെയ്യാതിരുന്നേ? ഇന്നലെ സാറ് ഒന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഞാനത് ഓർത്തില്ല. നിങ്ങളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് അതൊക്കെ ചെയ്തിരിക്കും എന്ന് ഞാനങ്ങ് അനുമാനിച്ചു. ഈ 11 മണിക്കൂറിലാണോ നിങ്ങൾ ഈ മുട്ടന്യായം പറയുന്നത്? ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. തലേന്ന് വന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് 2 പേരും കൂടി വന്ന് ഒപ്പിട്ട് പോകുന്നത്. സത്യത്തിൽ അതൊരു കല്യാണമേ അല്ല, വെറും ഒരു കോൺട്രാക്ട് മാത്രമാണ്. അതറിയോ? ആയിക്കോട്ടെ, ഒരുമിച്ച് ജീവിക്കാനുള്ള കോൺട്രാക്റ്റ് അല്ലേ, ഞങ്ങൾക്ക് അത് മതി. അത് പറയേണ്ടത് നിങ്ങളല്ല, ഈ കുട്ടിയാണ്. കാരണം ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങളെ അത് ബാധിക്കില്ല, പക്ഷെ ഈ കുട്ടിയുടെ ജീവൻ തന്നെ ചിലപ്പോൾ തകർന്നു പോയെന്നിരിക്കും. അറിയോ? ഞങ്ങൾക്കില്ലാത്ത വേവലാതി പിന്നെ നിങ്ങൾക്ക് എന്തിനാ? നോക്കൂ കുട്ടി, കബളിപ്പിക്കപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇന്ന് നിങ്ങൾ ഇവിടെ ഒപ്പിട്ട് പോയാൽ തന്നെ നിയമത്തിന്റെ മുമ്പിൽ അതിന് യാതൊരു വിലയുമില്ല. എന്ന് വെച്ചാൽ ഇയാൾക്ക് എപ്പോ വേണമെങ്കിലും കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാം. കുട്ടിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? മക്കൾ ഉണ്ടായാൽ തന്നെ they will be illegitimate. കുട്ടിക്ക് അവിഹിതമായി ഉണ്ടായ മക്കളാണെന്നേ നിയമം പറയൂ. പിതൃത്വം എന്നൊരു സംഗതിയെ അവിടെ ഇല്ല. വരുംവരായികൾ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് കുട്ടി പ്രേമത്തിന്റെ ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. സാർ, ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇത് പറഞ്ഞാൽ? നോ, ഐ കാൻ ഡു ഇറ്റ്. സാർ നേരത്തെ പറഞ്ഞില്ലേ കോൺട്രാക്ട് ആവുന്നു, ഞങ്ങൾക്കത് മതിയെങ്കിലോ? ഹലോ. ആ, ഉവ്വ് സാർ. ഉവ്വ്, ആയിക്കോട്ടെ. ഉവ്വ, ആ, ഞാൻ ചെയ്തോളാം. ആ കുട്ടി തിരികെ വീട്ടിൽ ചെന്നാൽ അവളുടെ അച്ഛൻ അവളെ സ്വീകരിക്കില്ല. അവളുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും ഈ വിവാഹത്തിലൊട്ട് താല്പര്യക്കുറവില്ല. അത് ശരി. ആ, പെട്ടെന്നൊരാവേശത്തിൽ ഇത് നടത്തരുതെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ചിന്തിച്ചപ്പോൾ അതിൽ അർത്ഥമില്ലെന്ന് തോന്നി. അവളുടെ സന്തോഷമാണ് പ്രധാനം. അവളുടെ സന്തോഷം ഇതിലാണെങ്കിൽ അത് നടക്കട്ടെ. അവർക്കിടയിൽ ഞാനൊരു തടസ്സമാകണ്ട. ഞാൻ ബുദ്ധിമുട്ടിഞ്ഞെങ്കിൽ ക്ഷമിക്കണം. നോ പ്രോബ്ലം. ഓക്കെ സാർ, താങ്ക് യു.
അപ്പച്ചൻ എനിക്ക് മനസ്സിലാവും ഈ വേദന. ഞാനിതില്ലാതാക്കും. എന്നെ അനുഗ്രഹിക്കണം. അവിടെ സർക്കാർ ഓഫീസിൽ ഒരു കൂതാശ നടക്കുക എൻ്റെ മകൻ്റെ. കർത്താവ് അവനോട് ക്ഷമിക്കട്ടെ അല്ലേ? എൻ്റെ സ്വപ്നങ്ങളൊക്കെ തീർന്നു പോയച്ചു. താനിങ് വന്നേ. ആങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തത്തുള്ളൂ. തല്ലി വളർത്തണായിരുന്നു. പുന്നാരിച്ച് തലയെ കയറ്റി വെക്കുമ്പോ ഓർക്കണായിരുന്നു. കണ്ട ജാതിയിൽപ്പെട്ട ഒരുത്തിയായിട്ട് ഇറങ്ങിപ്പോയപ്പോ സന്തോഷമായല്ലോ അല്ലേ? 50 ലക്ഷം തരാമെന്നും പറഞ്ഞ് ദൈവഭയമുള്ള നല്ല ഒന്നാന്തരം സുറിയാനി ക്രിസ്ത്യാനി കൊച്ചിന്റെ അപ്പൻ എന്റെ അടുത്ത് വന്നതാ ആലോചനയായിട്ട്. അപ്പൊ ആങ്ങളെ പറഞ്ഞു അവന് പ്രായമായിട്ടില്ലെന്ന്. അനുഭവിച്ചോ? മഠത്തിൽ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. മരുമോൻ ഹിന്ദു പെണ്ണുമായിട്ട് ഒളിച്ചോടിയോ എന്ന് ഉടുപ്പിടലിന് വന്നിരിക്കുന്ന പിള്ളേര് വരെയാ ചോദിക്കുന്നത്. ഞാൻ എന്നാ സമാധാനം പറയണം? വലിയ പള്ളിക്കാരനാന്നാ പറയുന്നത്. ഇനിയുള്ള തലമുറയ്ക്ക് തെമ്മാടിക്കുഴിയാ തെമ്മാടിക്കുഴി. ഇതൊക്കെ എവിടെ ചെന്ന് തറയ്ക്കുന്നെന്ന് എനിക്കറിയാം. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. അവനെ കൂടുതൽ സ്നേഹിച്ചതിന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇതൊരു വല്ലാത്ത അവസ്ഥയാ. പാരൻസിന്റെ അനുഗ്രഹം ഇല്ല എന്നുള്ളത് പോട്ടെ, അവരുടെ ശാപം കൂടി തലേ കയറ്റി വച്ചോന്നുള്ളതാ. ഒരിക്കൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഭാഗത്തും കുറച്ചൊക്കെ ശരിയുണ്ടെന്ന്. അന്ന് ചിലപ്പോൾ ശാപമോക്ഷം തരുമായിരിക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടാവത്തില്ലടോ. അവരുടെ ഓരോ തെറ്റായ വിശ്വാസങ്ങൾ. ഏത് വിശ്വാസം ശരിയെന്നും ഏതാ തെറ്റെന്നും നമുക്കങ്ങനെ വിധി പറയാനൊന്നും പറ്റില്ല ജോണി. അവരുടെ വിഷമം അറിയണമെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയാവണം. അപ്പോ തനിക്ക് എവിടെയോ ഒരു വിഷമമോ പശ്ചാത്താപമോ ഒക്കെ ഉണ്ട് അല്ലേ? പശ്ചാത്താപമില്ല, വിഷമമുണ്ട്. നമ്മുടെ പാരൻസ് നമ്മളെ സ്വീകരിക്കാത്രത്തോളം കാലം അതുണ്ടാവുകയും ചെയ്യും. സ്നേഹം എന്നത് ആദ്യമായി അറിയുന്നത് അവരിലൂടെയല്ലേ? അതും ഏറ്റവും കൂടിയ അളവിൽ. അത് പെട്ടെന്നൊരു ദിവസം വെറുപ്പായി മാറുന്നത്
അത്ര സുഖമുള്ള കാര്യമല്ല. വീക്കെൻഡ്സിന് എല്ലാ ശനിയാഴ്ചയും നമുക്ക് ജോണിയുടെ വീട്ടിൽ പോണം. പിന്നെ ഞായറാഴ്ച മടങ്ങാം. നമ്മൾ ഒരുമിച്ച് കയറി ചെന്ന അപ്പച്ചൻ അറിയാലോ, അപ്പച്ചൻ ഈ കാര്യത്തിൽ ഭയങ്കര എതിർപ്പ്. എന്തോ ആയിക്കോട്ടെ, പറയുകയാണെങ്കിൽ എന്നെയല്ലേ പറയൂ, സാരമില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ജോണി പറഞ്ഞിടത്തോളവും ഞാൻ കണ്ടിടത്തോളവും ആ അപ്പച്ചനും അമ്മച്ചിക്കും ജോണി അധികം നാളൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ വീടിനെ പറ്റിയേ താൻ പറഞ്ഞുള്ളൂ, തൻ്റെ പറ്റി ഒന്നും പറഞ്ഞില്ല. അവിടെ ഇതിനോടകം ഞാൻ മരിച്ചു മറവ് ചെയ്യപ്പെട്ടിരിക്കും. ഹലോ അപ്പച്ച, ഞാൻ ജോണിക്കുട്ടിയാ. ഞാൻ അവിടെ കൊടുക്കാം. ഹലോ, ജോണിക്കുട്ടിയോ? നീ എവിടെ നടാ? സുഖാന്നോടോ മോനെ? എന്തോന്ന് സുഖാണോ? അവിടെ നിന്റെ അടുത്ത് നിപ്പുണ്ടോ? എനിക്കൊന്ന് മിണ്ടണം, നീ ഒന്ന് കൊടുത്തേ. അമ്മച്ചി. ഹലോ അമ്മച്ചി. ആ, ഞാൻ അമ്മച്ചിയാ. മോക്ക് സുഖാണല്ലേ? ജോണിക്കുട്ടിയുടെ ജോലിക്കാരിയൊക്കെ എന്തായി? ജോണിക്കുട്ടി ജോലിക്ക് ഇന്ന് ജോയിൻ ചെയ്തു. ഇതിപ്പോ ട്രെയിനിങ് പീരീഡാ. നിങ്ങളെ രണ്ടുപേരെ ഇനി എന്നും ഒന്ന് കാണുന്ന? അത് പറയാനാ വിളിച്ചത്. ഞങ്ങള് ശനിയാഴ്ച വരുന്നുണ്ട്. വരുവോ? ശനിയാഴ്ച ഉച്ച വരെയുള്ളൂ ജോണിക്ക്. അത് കഴിഞ്ഞ് വരാന്ന് കരുതുക. വരണേ, അമ്മച്ചി നോക്കിയിരിക്കും. വെക്കട്ടെ. ജോണിക്കുട്ടി ശനിയാഴ്ച വരുന്നുണ്ടോ? ശനിയാഴ്ച അവൻ വരുന്നുണ്ടെന്ന്. എന്നാത്തിനാ? അവൻ ഇങ്ങോട്ട് വരണോന്ന് പറയുമ്പം എങ്ങനെയാ പറ്റിയാളെന്ന് പറയുന്നത്? അവൻ ഒറ്റയ്ക്കാന്നോ വരുന്നേ? ഏ, ആ പെണ്ണ് കൂടെ ഉണ്ടോന്ന്? വരുമ്പോ രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പതുക്കെ പതുക്കെ പഴയ കാര്യങ്ങളൊക്കെ മറക്കുന്നവരുണ്ടാവും. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ടെന്ന് അവനോടും ആ പെണ്ണോടും പറഞ്ഞേക്ക്.